വേദിയിൽ ഉപവിഷ്ടരായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന നേതാക്കളെ, ഇവിടെ കൂടിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ, പൊതുജനങ്ങൾ, നിങ്ങളേവരും അറിയുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്ന് ദേശീയ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടുവരുന്ന ഒരു നവ സാമൂഹിക സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 10-18 വർഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 അജണ്ടയുമായിട്ടാണ് പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത്. ഒന്ന്, സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടമാണ്. രണ്ടാമത്തേത്, നമ്മുടെ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഫാസിസത്തെ എതിർത്തുകൊണ്ടുള്ള ജനങ്ങളെ സംഘടിപ്പിക്കുന്ന ഒരു വലിയ പോരാട്ടമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടുവരുന്നത്. ഇന്ത്യയെ മുഴുവനും ഫാസിസ്റ്റുകളുടെ കയ്യിലാക്കുന്ന ഒരു പ്രവർത്തനം കൂടി വന്നതോടുകൂടി ഫാസിസ്റ്റിനെ എതിർക്കുന്നതിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒറ്റപ്പെട്ടു നിൽക്കുകയാണോ എന്നുള്ള ഒരു സംശയം നമുക്ക് വളർന്നു വരുന്നുണ്ട്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അവസാനത്തെ ഒരു പ്രവർത്തകൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഫാസിസം ഇവിടെ വളർന്നു വരാൻ നാം സമ്മതിക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈ യോഗത്തിൽ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കർണാടകയിലും ഫാസിസ്റ്റുകളാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലങ്ങളിൽ നമ്മുടെ സംഘടനയെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കർണാടകയിൽ തകർത്താൻ വേണ്ടി വളരെയധികം ശ്രമങ്ങളും വളരെയധികം മുസ്ലിം വേട്ടകളും കർണാടകയിലുണ്ട്. ഫ്രീഡം പരേഡ് എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിന്റെ കാവലാളികൾക്ക് വേണ്ടി, അതിനെ കാവൽ നിൽക്കാൻ വേണ്ടി അണിനിരത്തുന്ന വലിയ സംഭവമാണ് ഫ്രീഡം പരേഡ്. ആ ആഗസ്റ്റ് 15 അടുത്ത് വരുന്നതോടുകൂടി ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഫാസിസ്റ്റുകളോടുകൂടി